യുദ്ധഭൂമി എന്നാണ് രണ്ടാമത്തെ ചാലഞ്ച് ടാസ്കിന്റെ പേര്. ഈ ഒരു ചാലഞ്ച് ടാസ്കില് 4 ടീമുകളും ബാരക്സ് ആണ്, സ്ക്വാഡുകളാണ്. കളർ ബോംബുകൾ എറിഞ്ഞ് ആക്രമിക്കണം ഓപ്പോസിറ്റ് ടീമിനെ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട്. ടാസ്കിന് കുറെ റൗണ്ടുകൾ ഉണ്ടാവും. എല്ലാ റൗണ്ടുകളിലും അവസാനിച്ച് ഏറ്റവും കുറവ് കളർ ബോംബുകൾ ഏറ്റുവാങ്ങുന്ന ടീമാണ് ഈ ടാസ്ക് വിജയിക്കുന്നത്. അപ്പൊ കുറെ നേരമായിട്ട് പ്ലാനിങ് ആണ് എല്ലാ ടീമുകളിലും. രതീഷ് പറഞ്ഞ പോലെ പ്ലാനിങ് മാത്രമേ ഉള്ളൂ, എക്സിക്യൂഷൻ വളരെ കുറവാണ്. യുദ്ധഭൂമിയിലോട്ട് ഇറങ്ങുമ്പോൾ കാണാം ഈ പ്ലാനിങ് ഇഷ്യൂ എന്ന്. അപ്പൊ ആ പ്ലാനിങ്ങൾക്കിടയിലും ഞാൻ ലൈവില് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നെസ്റ്റിൽ നിന്നും ജാസ്മിനെയും ശ്രീധുവിനെയും അടിച്ചിറക്കാൻ നോക്കുന്ന സിജോ ശരിക്കും കലിപ്പാവുന്നുണ്ട്. അവരെ പ്ലാൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല ജാസ്മിനും ശ്രീധുവും. അർജുനും ഗബ്രിയും ഉള്ള സ്ഥലത്തെ ശ്രീധുവും ജാസ്മിനും നിൽക്കത്തുള്ളൂ. അത് ചോറ് തിന്നുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ലൈവ് ഫോളോ ചെയ്യുന്ന എന്നെപ്പോലുള്ള വേറുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ നിൽക്കാൻ താല്പര്യം നെസ്റ്റിലാണ്. ഡെന്നിൽ അവർക്ക് നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. അവരുടെ ഫോക്കസിലുള്ളവരോടാണ് ജാസ്മിനും ശ്രീധുവിനും ഏറ്റവും താല്പര്യം. ഇതിന് പിന്നീട് എത്രയോ മിനിറ്റുകൾക്ക് ശേഷം ജിൻഡോ ചെന്ന് വിളിച്ചപ്പോഴാണ് ജാസ്മിനും ശ്രീധു ഇറങ്ങിപ്പോയത് നെസ്റ്റിൽ നിന്നും. എന്നിട്ട് ചടങ്ങിന് പോയി 1-2 മിനിറ്റ് പ്ലാൻ ചെയ്തിട്ട് വീണ്ടും നെസ്റ്റിലേക്ക് തന്നെ തിരിച്ചുപോയി. അത്രയും നേരം അവർ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. പിന്നീട് സിജോയും അപ്സരയും നെസ്റ്റിൽ നിന്ന് ഇറങ്ങി. ദമ്പതികൾക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട് നെസ്റ്റ് റൂമിനെ. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ടണലിനെ ജയിക്കാൻ സമ്മതിക്കരുത് എന്നൊരു മെസ്സേജ് ആണ് ഗബ്രിയും അർജുനും അവർക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം നമുക്കറിയാം സ്കോർ ബോർഡിൽ അഭിഷേകിന്റെ ടണൽ ടീം വളരെ മുന്നിലാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ജിൻഡോ പറഞ്ഞത് എന്ത് ശരിയാണ്. ജാസ്മിനും ശ്രീധുവും കൂറ് ഡെൻ ടീമിനോടേ അല്ല, നെസ്റ്റിനോടാണ് ഏറ്റവും കൂറുള്ളത്. അവരെ പിടിച്ച് ആ നെസ്റ്റിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വില്ലന്മാരെല്ലാം ഒരു സൈഡിലായി. പിന്നെ ജിൻഡോയും അൻസിബയും അവരുടെ ടീം അങ്ങനെ അങ്ങ് കളിച്ചോളൂ. 2 പേര് മതി ആ ടീമിൽ. സത്യം പറഞ്ഞാൽ കൂറുള്ള ടീം സ്പിരിറ്റ് ഉള്ള 2 പേര് മതി. എന്തായാലും ടാസ്ക് തുടങ്ങാൻ പോവാണ്. ജിൻഡോ മറ്റേ കാശ്മീരൻ സിനിമയിലെ സുരേഷ് ഗോപിയെ പോലെ തലയിൽ വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ഈ ടാസ്കിങ്ങിലും പുള്ളി ഒന്ന് ജയിച്ച് കണ്ടാൽ മതിയായിരുന്നു. ഇന്നലത്തെ വമ്പിച്ച തോൽവിക്ക് ശേഷം ഇറങ്ങുന്ന ഒരു ടാസ്ക് ആണ്. നമുക്ക് നോക്കാൻ ജയിക്കുമോ എന്ന്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും